നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച. ഞാൻ എം ജയപ്രകാശ്. 23കാരൻ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ ഫോളോ അപ്പ് വാർത്തകളാണ് പത്രങ്ങളിൽ ഇന്ന് പ്രധാന തലക്കെട്ട്. വട്ടം ചുറ്റിച്ച് കൂട്ടക്കൊല എന്ന് മാതൃഭൂമി, പണമില്ല കൊന്നൊടുക്കി എന്ന് മലയാള മനോരമ, എന്തിനു കൊന്നു എന്ന് മാധ്യമം, അറുംകൊലയ്ക്ക് പ്രേരിപ്പിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പ്രതി മൊഴി നൽകുമ്പോഴും ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുന്നില്ല. കണ്ണൂരിൽ വഴിമുടക്കി നടുറോഡിൽ സമരം ചെയ്ത 10,000 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തതും പത്രങ്ങളിലെ ഒന്നാം പേജിലുണ്ട്. സമരത്തിലുള്ള ആശമാർക്ക് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ അന്ത്യശാസന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തള്ളി. വാർത്തകൾ നിരവധിയുണ്ട്. നോക്കാം ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് വിശദമായി. അറുംകൊലയുടെ കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പ്രതി തന്നെ നൽകുന്ന മൊഴി. ഇത് തൽക്കാലം വിശ്വസിച്ചു മുന്നോട്ടു പോവുകയാണ് പോലീസ്. അന്തിമ നിഗമനം വിശദ അന്വേഷണത്തിന് ശേഷമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വെഞ്ഞാറമൂട്ടിലെ ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധിയെന്ന പ്രതി അഫാന്റെ മൊഴി തൽക്കാലം വിശ്വാസത്തിലെടുത്തു പോലീസ്. ആപത്തുകാലത്ത് സഹായിക്കാത്ത ബന്ധുക്കളെ വകവരുത്തി അമ്മയെയും അനുജനെയും സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തി. താൻ മരിക്കാൻ തീരുമാനിച്ചതിനാൽ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തി എന്നിങ്ങനെയാണ് അഫാന്റെ മൊഴി. പ്രണയം ബന്ധുക്കൾ നിരസിച്ചതും കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പ്രതിയുടെ ഫോൺ, ടാബ്ലറ്റ് എന്നിവയും ഫോൺ കോൾ വിശദാംശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകവും 1 കൊലപാതക ശ്രമവും ആത്മഹത്യാശ്രമവും നടത്തിയ അഫാന്റെ മാനസിക നിലയെക്കുറിച്ചും പോലീസിന് സംശയമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം അഫാന്റെ കുടുംബം അടുത്ത ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. തുടർച്ചയായി പണം ആവശ്യപ്പെട്ടപ്പോൾ പലരും വിസമ്മതിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിതാവ് അബ്ദുൽ റഹീം സൗദിയിൽ കുടുങ്ങിയതോടെ എല്ലാ ബാധ്യതയും തന്റെ മേലാണെന്ന ചിന്തയിലായിരുന്നു അഫാൻ. ആഭരണങ്ങൾ നൽകി സഹായിക്കാത്തത് പിതൃമാതാവ് സൽമാ ബീവിയോടുള്ള പകയായെങ്കിൽ പ്രണയത്തിൽ ഇടപെട്ട് ജീവിതശൈലിയെ ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് പിതൃ സഹോദരൻ ലത്തീഫിനോടും കുടുംബത്തോടുമുണ്ടായിരുന്നത്. കൂട്ടക്കൊലയ്ക്ക് 2 ദിവസം മുൻപ് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ അഫാനും സഹോദരൻ അഹ്സാനും മാതാവ് ഷെമിയും തീരുമാനിച്ചെന്നും പിന്നീട് ഷെമി പിന്മാറിയെന്നും വിവരമുണ്ട്. ചികിത്സയിലുള്ള ഷെമിയുടെ നില അല്പം ഭേദപ്പെട്ടിട്ടുണ്ട്. വിസ പുതുക്കാതെ നിയമക്കുരുക്കിൽപ്പെട്ടതിനാൽ അബ്ദുൽ റഹീമിന് നാട്ടിലെത്താനായില്ല. സൽമാ ബീവി, അബ്ദുൽ ലത്തീഫ്, സജിദ ബീഗം, ഹക്സാൻ എന്നിവരുടെ ഖബറടക്കം താഴേപ്പാങ്ങോട് മുസ്ലിം പള്ളി ജുമാ മസ്ജിദിൽ നടത്തി. ഫർസാന സുനിലിനെ ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. മാധ്യമത്തിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഉറ്റവരായ 5 പേരെ യുവാവ് വകവരുത്തിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ദുരൂഹതയുടെ കുരുക്കഴിയുന്നില്ല. കൊലപാതക പരമ്പര നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും നാടിനെ നടുക്കിയ കൊടും ക്രൂരതയുടെ കാരണം വ്യക്തമല്ല. വിഷം കഴിച്ച് ചികിത്സയിലുള്ള പ്രതി അഫാനെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഗുരുതരാവസ്ഥയിലായതിനാൽ ഇവരുടെ മൊഴിയും എടുക്കാനായിട്ടില്ല. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഒന്നും പറയാറായിട്ടില്ലെന്നും ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ പറഞ്ഞു. അഫാന്റെ പ്രാഥമിക മൊഴിയും നാട്ടുകാരിൽ നിന്നുള്ള വിവരങ്ങളും അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി, ലഹരി, പ്രണയം എന്നീ കാരണങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാസലഹരി ഉപയോഗം കണ്ടെത്താൻ പ്രതിയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തന്നോട് വീട്ടുകാർക്ക് മോശം സമീപനമാണെന്നും അതാണ് കൂട്ടക്കൊലയുടെ പ്രകോപനമെന്നുമാണ് അഫാന്റെ പ്രാഥമിക മൊഴി. പണത്തിനുവേണ്ടി പിതൃമാതാവിനെയും മറ്റും അഫാൻ പലപ്പോഴായി ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫാൻ തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടത്തിയത്.
അഫാന്റെ സഹോദരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സാൻ, സുഹൃത്ത് ഫർസാന, പിതൃസഹോദരൻ എസ്.എൻ. പുരം ആലമുക്ക് ലത്തീഫ്, ഭാര്യ ഷാഹിദ, പിതൃമാതാവ് പാങ്ങോട് എലിച്ചുഴി പുത്തൻവീട്ടിൽ സൽമ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മാതാവ് ഷെമി തലക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂട്ടക്കൊലയിൽ മറ്റാർക്കും പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. ഉള്ളുരുകി അഫാന്റെ പിതാവ്. അബ്ദുൾ റഹീം സൗദിയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് 7 വർഷം. ദമാം. വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊല നടത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ദമാമിൽ ആകെ മരവിച്ച അവസ്ഥയിലാണ്. 4 നൂറ്റാണ്ടിലേറെയായി പ്രവാസം നൽകിയ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയാസങ്ങൾക്കിടയിലേക്കാണ് സർവ്വതും തകർന്നുപോയ വാർത്ത നാട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ തേടിയെത്തിയത്. ഒന്നും വിശ്വസിക്കാനാവുന്നില്ല, എനിക്കൊന്നും പറയാനാകുന്നില്ല, അബ്ദുൾ റഹീം വിതുമ്പി. വെഞ്ഞാറമൂട് പേരുമല സ്വദേശി അബ്ദുൾ റഹീം 25 വർഷമായി റിയാദിലായിരുന്നു. 1.5 മാസം മുൻപാണ് ദമാമിലേക്ക് വന്നത്. റിയാദ് ഷിഫയിലെ മദറിനടുത്ത് വാഹനങ്ങളുടെ പാർട്സുകൾ വിൽക്കുന്ന കട നടത്തുകയായിരുന്നു. അതിനെ തുടർന്നുണ്ടായ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ 1.5 മാസം മുൻപ് ദമാമിലെത്തി. പുതിയ ജോലിയിൽ ചേർന്നു. സാമ്പത്തിക ബാധ്യതകളും ഇഖാമ പുതുക്കാത്തതും സ്പോൺസറുമായുള്ള തർക്കങ്ങളുമൊക്കെയായി അബ്ദുൾ റഹീമിന്റെ പ്രവാസവും ആകെ ദുരിതമയമാണ്. ആശമാർക്ക് അന്ത്യശാസനം. സമരത്തിലുള്ള ആശാവർക്കർമാർക്ക് അന്ത്യശാസനം നൽകി സർക്കാർ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ചുമതലകൾ നിർവഹിക്കാതെ വിട്ടുനിൽക്കുന്ന എല്ലാ ആശാവർക്കർമാരും അടിയന്തരമായി ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ നിർദ്ദേശം നൽകി. നിർദ്ദേശത്തെ സമരരംഗത്തുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തള്ളി. പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനു പകരം ഭീഷണിപ്പെടുത്തി സമരം പിൻവലിക്കാനുള്ള ശ്രമം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആശാപ്രവർത്തകർ തിരിച്ചെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് ഇതിനുള്ള നടപടി സ്വീകരിക്കാൻ മെഡിക്കൽ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. ഇതിന് കാലതാമസം നേരിട്ടാൽ തൊട്ടടുത്ത വാർഡിലെ ആശാപ്രവർത്തകയ്ക്ക് അധിക ചുമതല നൽകുകയോ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുകയോ വേണം. പുതിയതായി ചുമതലപ്പെടുത്തുന്നവർക്ക് ഇൻസെന്റീവ് നൽകാനുള്ള മാർഗനിർദ്ദേശം പിന്നീട് നൽകുമെന്ന് സർക്കുലറിലുണ്ട്. കണ്ണൂരിൽ വഴിയടച്ച് CPM സമരം. 10,000 പേർക്കെതിരെ കേസ്. MV ജയരാജൻ 1-ാം പ്രതി, MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രതികൾ. റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം ചെയ്തതിന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ 1-ാം പ്രതിയാക്കി 10,000 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, മുൻ MLA TV രാജേഷ്, നേതാക്കളായ KP സഹദേവൻ, N ചന്ദ്രൻ, N സുകന്യ തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്നെന്നും മാർഗതടസ്സം സൃഷ്ടിച്ചെന്നും FIR-ൽ പറയുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. MV ജയരാജൻ അധ്യക്ഷനായിരുന്നു. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനം തെറ്റ്. MV ജയരാജൻ. സമരത്തിന്റെ പേരിൽ ഗതാഗത തടസ്സമുണ്ടാക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നെന്ന് പോലീസ് പറഞ്ഞു. നീതിബോധമുള്ളതുകൊണ്ടാണ് പോലീസിന്റെ നോട്ടീസ് സ്വീകരിച്ച് പോക്കറ്റിലിട്ടതെന്ന് പ്രസംഗത്തിനിടെ പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ റോഡ് തടസ്സപ്പെടുത്തിയതിനെ ന്യായീകരിച്ചതിങ്ങനെ: യാത്രാമാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല, ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് പൗരാവകാശ ലംഘനമായി ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ വ്യാഖ്യാനമാണ് തെറ്റ്. ഇതെല്ലാം ഇവർ, അതായത് ചാനലുകൾ, ക്യാമറയിൽ പകർത്തുന്നുണ്ട്. നാളെ പത്രങ്ങളിലും വായിക്കാം. ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാനായി. പണ്ട് ഇതേ സ്ഥലത്ത് ഞാനൊരു 25 പേരോട് പ്രസംഗിച്ചതാണ് വാർത്തയാക്കി ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത്. ഒരിക്കൽ കൂടി ഈ ചൂടുകാലത്ത് ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചാനലുകാരോട് പറഞ്ഞേക്കാം, നിങ്ങളുടെ വാർത്താവിരട്ടൊന്നും ഞങ്ങളോട് വേണ്ട. സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ തേടുകയാണ്.
വീണ്ടും സർവകാല റെക്കോർഡിലാണ് വില. ചൊവ്വാഴ്ച ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 8,075 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 64,600 രൂപയുമായി. സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ വാങ്ങാൻ 70,000 രൂപയിലധികം നൽകണം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ പവന് 240 രൂപയുടെ വർധനവാണുണ്ടായത്. ഫെബ്രുവരിയിൽ മാത്രം ഒരു പവന് 2,640 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. ബോർഡ് പരീക്ഷ 2 തവണ CBSE കരടുചട്ടമായി. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ 2026 മുതൽ വർഷത്തിൽ 2 തവണ നടത്തുന്നതിനുള്ള കരട് നിർദ്ദേശങ്ങൾ CBSE ചൊവ്വാഴ്ച അംഗീകരിച്ചു. ഇത് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി പ്രസിദ്ധീകരിക്കും. മാർച്ച് 9 വരെ പ്രതികരണം അറിയിക്കാം. അതിനുശേഷമാകും അന്തിമ നയം തയ്യാറാക്കുകയെന്ന് CBSE അറിയിച്ചു. കരടനുസരിച്ച് ഫെബ്രുവരി 17 മുതൽ മാർച്ച് 6 വരെയാകും 1ാം ഘട്ട പരീക്ഷ. 2ാം ഘട്ടം മെയ് 5 മുതൽ 20 വരെ നടത്തും. 2 പരീക്ഷയ്ക്കും മുഴുവൻ സിലബസുമുണ്ടാകും. മഹാശിവരാത്രി ആഘോഷത്തിനൊരുങ്ങി ശിവക്ഷേത്രങ്ങൾ. നാളെയാണ് ശിവരാത്രി വാവുബലി തർപ്പണം. ആലുവ, മണപ്പുറം അടക്കമുള്ള കേന്ദ്രങ്ങൾ പുലർച്ചെ മുതൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് സജ്ജമായി. ഒട്ടേറെ ക്ഷേത്രങ്ങളും ബലിതർപ്പണ ചടങ്ങുകൾക്ക് സൗകര്യങ്ങളൊരുക്കിയിട്ടുണ്ട്. സജ്ജൻ കുമാറിന് ജീവപര്യന്തം. ന്യൂഡൽഹി. സിഖ് വിരുദ്ധ കലാപത്തിൽ ഡൽഹിയിലെ സരസ്വതി വിഹാറിൽ അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസിൽ മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ്. 2.24 ലക്ഷം രൂപ പിഴയും ചുമത്തി. കുറ്റകൃത്യം അങ്ങേയറ്റം ക്രൂരമാണെന്നതിൽ സംശയമില്ലെന്നും പ്രായാധിക്യവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചാണ് വധശിക്ഷ ഒഴിവാക്കുന്നതെന്നും റൌസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ വ്യക്തമാക്കി. 1984 നവംബർ 1 നടന്ന കലാപത്തിൽ ജസ്വന്ത് സിംഗ്, മകൻ തരുൺദീപ് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീടിന് തീയിട്ട് ഇരുവരെയും കൊലപ്പെടുത്തിയ ആൾക്കൂട്ടത്തെ നയിച്ചത് സജ്ജൻ കുമാറാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. NCP തോമസ് കെ തോമസ് സംസ്ഥാന പ്രസിഡന്റാകും. തോമസ് കെ തോമസ് MLA തന്നെ NCP സംസ്ഥാന പ്രസിഡന്റാകുമെന്ന് സൂചന. 2 ദിവസത്തിനകം ദേശീയ പ്രസിഡന്റ് ശരത് പവാർ ഇക്കാര്യം പ്രഖ്യാപിക്കും. ജില്ലാ പ്രസിഡന്റുമാരെയും മറ്റ് നേതാക്കളെയും ചേർത്തുപിടിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവാർഡ് കൊച്ചിയിൽ നടത്തിയ യോഗത്തിൽ എല്ലാവരും തോമസ് കെ തോമസിനെയാണ് നിർദ്ദേശിച്ചത്. ഏതാനും പേർ വർക്കിംഗ് പ്രസിഡന്റായി PM സുരേഷ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചു. പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ PC ചാക്കോ ആരുടെയും പേര് പറഞ്ഞില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏകാഭിപ്രായമാണെന്നും ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും ജിതേന്ദ്ര അവാർഡ് പറഞ്ഞു. കോൺഗ്രസ് തിരഞ്ഞെടുപ്പൊരുക്കത്തിലേക്ക് 1 മുഴം മുൻപേ എന്ന തലക്കെട്ടിൽ വാർത്ത മലയാള മനോരമയിൽ. 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ ശ്രമം. ന്യൂഡൽഹി. കേരളത്തിലെ നേതാക്കളെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ ഒരുങ്ങാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ്. തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാകുമോ എന്ന സാധ്യതയാണ് ഹൈക്കമാൻഡ് തേടുന്നത്. സഖ്യത്തിൽ മത്സരിക്കുന്ന ബീഹാറിലൊഴികെ ഈ വർഷം ഇനി തിരഞ്ഞെടുപ്പ് ഇല്ലാത്തതിനാൽ ശേഷിക്കുന്ന സമയം സംഘടനയെ നവീകരിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം പാർട്ടി ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുന്ന കേരളം, അസം എന്നിവിടങ്ങളിലെ തയ്യാറെടുപ്പുകളിലേക്കും കടക്കും. അസം ചർച്ച നാളെയും കേരള ചർച്ച 28-നുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്ക് പുറമെ MP-മാരും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയവും നടത്തും. DCCകളുടെ കൂടി അഭിപ്രായം പരിഗണിച്ചു വേണം നിയമസഭാ സ്ഥാനാർത്ഥി നിർണയമെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അഭിപ്രായപ്പെട്ടിരുന്നു. വലിയ വെല്ലുവിളിയുണ്ടെങ്കിലും വിജയ വഴിയിലേക്ക് തിരിച്ചെത്താമെന്ന് പാർട്ടി കരുതുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും അസമും. തെരഞ്ഞെടുപ്പിൽ ആരു നയിക്കണമെന്നതാണ് കേരളത്തിലെ പ്രധാന തലവേദനയെങ്കിൽ അസമിൽ ഈ പ്രശ്നമില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനും തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുമുള്ള താൽപര്യം ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കിയിരുന്നു. ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും അടുത്ത വർഷം തെരഞ്ഞെടുപ്പുണ്ട്. ബംഗാളിൽ തൃണമൂലുമായുള്ള സഖ്യസാധ്യത കോൺഗ്രസ് ദേശീയ നേതൃത്വം തേടുകയാണ്.
നവഫാസിസത്തെക്കുറിച്ചുള്ള കുറിപ്പ് രഹസ്യരേഖയില്ലെന്ന് കേരള CPM പരസ്യമാക്കാതെ കേന്ദ്ര കമ്മിറ്റി. നവഫാസിസത്തെക്കുറിച്ചുള്ള കുറിപ്പ് രഹസ്യമല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വാദിക്കുമ്പോഴും രേഖ പരസ്യപ്പെടുത്താതെ CPM കേന്ദ്ര കമ്മിറ്റി. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കുറിപ്പ് ഇതുവരെ CPM കേന്ദ്ര കമ്മിറ്റി വെബ്സൈറ്റിലോ പാർട്ടി മുഖവാരികയായ പീപ്പിൾസ് ഡെമോക്രസിയിലോ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച കരട് രാഷ്ട്രീയ പ്രമേയം പൊതുചർച്ചയ്ക്കായി ഫെബ്രുവരി 3-ന് വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിരുന്നു. പിന്നീട് ഫെബ്രുവരി 4-നാണ് PBയുടെ കുറിപ്പ് സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ചത്. പ്രമേയത്തിലെ നവഫാസിസ്റ്റ് എന്ന പുതിയ പ്രയോഗം വിശദീകരിക്കുന്നതിനായിരുന്നു ഇത്. CPMന്റെ ചിന്താവാരിക കരടു പ്രമേയത്തിനൊപ്പം കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് രേഖ രഹസ്യമല്ലെന്ന് കേരള നേതാക്കൾ വാദിക്കുന്നത്. കുറിപ്പിലെ ഉള്ളടക്കം പുറത്തുവിട്ട മാതൃഭൂമി വാർത്തയിൽ രഹസ്യരേഖ എന്ന് വിശേഷിപ്പിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് CPM നേതൃത്വം രംഗത്തുവന്നെങ്കിലും PBയുടെ കുറിപ്പ് കേന്ദ്ര കമ്മിറ്റി എന്തുകൊണ്ട് പരസ്യപ്പെടുത്തിയില്ലെന്ന ചോദ്യത്തിന് മറുപടിയില്ല. പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് അവതരിപ്പിക്കുന്ന രേഖ CPM സാധാരണ പരസ്യപ്പെടുത്താറില്ല. PBയുടെ കുറിപ്പ് ഈ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അത് കേന്ദ്ര കമ്മിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തതെന്നാണ് വിവരം. അതേസമയം സംസ്ഥാന ഘടകങ്ങൾക്കയച്ച ഈ കുറിപ്പ് എങ്ങനെ ചിന്തയിൽ പ്രസിദ്ധീകരിച്ചെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്ന വാർത്ത PK മണികണ്ഠൻ തിരുവനന്തപുരത്ത് നിന്ന് എഴുതുന്നു. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രാക്കൂലിയിൽ മാറ്റമില്ലെന്ന് കേന്ദ്രം. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് വിമാനക്കൂലിയിൽ മാറ്റമില്ലെന്ന് വ്യോമയാന മന്ത്രാലയം. രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ നൽകിയ മറുപടിയിലാണ് പ്രതികരണം. കോഴിക്കോട് നിന്നുള്ള തീർത്ഥാടകർ നൽകേണ്ടിവരുന്ന അമിത യാത്രാക്കൂലിയെ ചോദ്യം ചെയ്ത് ഹാരിസ് ബീരാൻ കേന്ദ്ര വ്യോമയാന സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു. ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ, കുറഞ്ഞ യാത്രക്കാരുടെ എണ്ണം, വൈഡ് ബോഡി വിമാന പ്രവർത്തനങ്ങളെ തടയുന്ന റൺവേ നിയന്ത്രണങ്ങൾ എന്നിവ കാരണമാണ് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോഴിക്കോട്ട് ഉയർന്ന വിമാന നിരക്കുകൾ വരുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഹജ്ജ്, എയർ ചാർട്ടർ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് ക്രമീകരണങ്ങൾക്കുമായി ഒരു ഹജ്ജ് എയർ ട്രാവൽ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ മന്ത്രാലയം, ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ, ജിദ്ദയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് കമ്മിറ്റിയെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വളരെ നിരാശാജനകവും മലബാറിലെ സാധാരണക്കാരായ ഹജ്ജ് തീർത്ഥാടകരുടെ മുഖത്തടിക്കുന്നതുമാണ് വ്യോമയാന വകുപ്പിന്റെ മറുപടിയെന്ന് ഹാരിസ് ബീരാൻ പ്രതികരിച്ചു. PC ജോർജ് ആശുപത്രിയിൽ തന്നെ, ആരോഗ്യനിലയിൽ പ്രശ്നമില്ലെന്ന് ഡോക്ടർമാർ. പോലീസ് നിരീക്ഷണത്തിലും സുരക്ഷയിലും ICUവിൽ തുടരുകയാണ്. ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായ BJP നേതാവും മുൻ MLAയുമായ PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയ ജോർജിനെ റിമാൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ECGയിൽ വ്യതിയാനമുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചിരുന്നു. തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അത്യാഹിത വിഭാഗത്തിൽ നടത്തിയ പരിശോധനയിൽ ECGയിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്നാണ് കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചത്. 48 മണിക്കൂർ നിരീക്ഷണമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആരോഗ്യനില തൃപ്തികരമെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് കോടതിയും പോലീസും വ്യക്തമാക്കിയത്. ജനുവരി 5-ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന നിലപാടാണ് ജോർജ് കൈക്കൊണ്ടത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട ടൗൺ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. K. സുരേന്ദ്രൻ തുടരണോ മാറണോ? BJP ദേശീയ നേതൃത്വത്തിന് ആശയക്കുഴപ്പം. 5 വർഷം മുൻപ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ മിക്കവരും ഇതിനോടകം മാറി. K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ BJP ദേശീയ നേതൃത്വത്തിന് ആശയക്കുഴപ്പം. 2020-ൽ സംസ്ഥാന അധ്യക്ഷനായ മിക്ക ആളുകളും മാറിയെങ്കിലും K. സുരേന്ദ്രൻ ഇപ്പോഴും BJP കേരള ഘടകം പ്രസിഡന്റായി തുടരുകയാണ്.
സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രകടനം മികച്ചതാണെന്നും ആ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തുടരട്ടെയെന്നുമുള്ള അഭിപ്രായം ദേശീയ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം തുടരുകയുമാണ്. ജനുവരിയിൽ കെ. സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ബി.ജെ.പി. കേരള ഘടകത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് എന്നാൽ സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ജനുവരിയിൽ കെ. സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു ബി.ജെ.പി. കേരള ഘടകത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക്. എന്നാൽ സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ബി.ജെ.പിയുടെ രീതിയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനോടകം ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പും ഏറെക്കുറെ പൂർത്തിയായി. 30 ജില്ലകളായി തിരിച്ച ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. എന്നാൽ കെ. സുരേന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതിനാലാണ് പുതിയ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനം വൈകുന്നത്. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി മുതിർന്നേക്കും. കെ. സുരേന്ദ്രൻ തുടർന്നില്ലെങ്കിൽ എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ്. രമേശിന്റെ സീനിയോറിറ്റി മറികടന്നാണ് 2020 കെ. സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ രമേശിന് കാര്യമായ എതിർപ്പുകളില്ലെന്നത് ഗുണകരമാണ്. ജനപ്രീതിയുള്ള നേതാവ് എന്നത് ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക വിഭാഗത്തിന് ശോഭയോട് വലിയ താൽപ്പര്യമില്ല. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ചുമതല ഏൽക്കാൻ വലിയ താൽപ്പര്യമില്ലെന്നാണ് വിവരം. മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേരുകൾ വരാനും സാധ്യതയുണ്ട്. എന്നാൽ സുരേന്ദ്രന്റെ കാര്യത്തിൽ വ്യക്തത വന്നാലേ മാറ്റം വരൂ. കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായി വന്നതുപോലെ RSS നേതാക്കളിൽ ആരെങ്കിലുമോ അതല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് എന്ന പരിചയസമ്പന്നതയിൽ വി. മുരളീധരൻ ഒരിക്കൽ കൂടിയോ പ്രസിഡന്റായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. സംസ്ഥാനത്തു നിന്ന് കേന്ദ്രമന്ത്രിസഭയിലെത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാകാനാണ് സാധ്യത കൂടുതൽ. തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ കുപ്പായം തുന്നിയവരൊക്കെ നിരാശരാകുമെന്ന് സാരം. പ്രീതി സിൻഡിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ബി.ജെ.പിക്ക് കൈമാറിയെന്ന് കെ.പി.സി.സി. രൂക്ഷ വിമർശനവുമായി നടി. തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ബി.ജെ.പിക്ക് കൈമാറിയെന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി നടി പ്രീതി സിൻഡ. കെ.പി.സി.സി. പ്രചാരണം വ്യാജവും ലജ്ജാകരവുമാണെന്നും തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് താനാണെന്നും നടി എക്സിൽ കുറിച്ചു. നടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ബി.ജെ.പിക്ക് കൈമാറിയതിന് പകരമായാണ് 18 കോടിയുടെ വായ്പ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എഴുതിത്തള്ളിയതെന്നായിരുന്നു എക്സിലൂടെ കെ.പി.സി.സിയുടെ ആരോപണം. ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് സ്വീകരിച്ച നടപടികളുടെ പശ്ചാത്തലത്തിലായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഇതിനെതിരെയാണ് നടി രംഗത്തുവന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ ലജ്ജ തോന്നുകയാണെന്നും തന്റെ ചിത്രവും പേരും ഉപയോഗിച്ച് മോശം ഗോസിപ്പുകൾ പ്രചരിക്കുന്നതിൽ ഞെട്ടിപ്പോയെന്നും നടി പറയുന്നു. 10 വർഷം മുൻപാണ് വായ്പയെടുത്തത്. അത് അടച്ചു തീർക്കുകയും ചെയ്തിരുന്നെന്ന് നടി വിശദീകരിച്ചു. അതേസമയം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റിട്ടതെന്ന് കോൺഗ്രസ് കേരള ഘടകം വിശദീകരിച്ചു. നിങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് എന്നറിഞ്ഞതിലും മറ്റു സെലിബ്രിറ്റികളെപ്പോലെ കുപ്രസിദ്ധമായ IT സെല്ലിന് കൈമാറാതിരുന്നതിലും സന്തോഷമുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ഡൽഹി വംശീയാതിക്രമത്തിന് 5 ആണ്ട്, എങ്ങുമെത്താതെ കേസുകൾ. വാർത്താ മാധ്യമത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ പടർന്ന സമരത്തെ നേരിട്ട് പൊട്ടിപ്പുറപ്പെട്ട വടക്കു കിഴക്കൻ ഡൽഹിയിലെ വംശീയാതിക്രമത്തിന് 5 ആണ്ട്. 2020 ഫെബ്രുവരി 23 മുതൽ 26 വരെയുള്ള 3 ദിവസം നീണ്ട സംഭവങ്ങളിൽ 53 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
നൂറുകണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് കൊള്ളയടിക്കപ്പെട്ടത്. 5 വർഷമായിട്ടും ഭൂരിഭാഗം കേസുകളും എങ്ങുമെത്തിയില്ല. 757 കേസുകളിലായി 2619 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 414 എണ്ണത്തിൽ മാത്രമേ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൂ. അറസ്റ്റിലായവരിൽ 2098 പേർക്കും ജാമ്യം ലഭിച്ചു. 18 പേർക്കെതിരെയാണ് UAPA ചുമത്തിയത്. 695 കേസുകളിൽ നോർത്ത് ഈസ്റ്റ് ജില്ലാ പോലീസിനും 62 കേസുകളിൽ ഡൽഹി ക്രൈംബ്രാഞ്ചിനുമാണ് അന്വേഷണ ചുമതല. ജില്ലാ പോലീസ് രജിസ്റ്റർ ചെയ്ത 695 കേസുകളിൽ കലാപം, തീവെപ്പ്, നിയമവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങി 109 കേസുകളിൽ കോടതി വിധി പ്രസ്താവിച്ചു. ഇതിൽ 19 പേരെ മാത്രമാണ് കുറ്റക്കാരായി വിധിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 91 പേരെ വെറുതെ വിട്ടു. സാക്ഷികളുടെയോ പോലീസ് ഉദ്യോഗസ്ഥരുടെയോ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ 19 പേരെ കുറ്റവിമുക്തരാക്കിയത്. മാർപ്പാപ്പ ആരോഗ്യം വീണ്ടെടുക്കുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് 12 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടു തുടങ്ങി. ന്യൂമോണിയ ബാധിതനായ പാപ്പ ആരോഗ്യം വീണ്ടെടുക്കുന്നതായും തിങ്കളാഴ്ച രാത്രി സുഖമായി ഉറങ്ങിയെന്നും വത്തിക്കാൻ അറിയിച്ചു. ഗാസ സിറ്റിയിലെ ഇടവക വികാരിയെ അദ്ദേഹം ഫോണിൽ വിളിച്ചു. വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി പിയർട്ടോ പരോളിനുമായി തിങ്കളാഴ്ച പാപ്പ കൂടിക്കാഴ്ച നടത്തി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് LDF 17, UDF 12. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 30 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17ഇടത്ത് LDF വിജയിച്ചു. UDF 12 വാർഡിലും SDP ഒരിടത്തും വിജയിച്ചു. BJP 1 വാർഡിലും വിജയിച്ചില്ല. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നിൽ LDF ആണ്. എന്നാൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് UDFും. 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF മുന്നിൽ. 15 സീറ്റിൽ LDF ജയിച്ചപ്പോൾ 9 നിന്ന് 12ലേക്ക് UDF സീറ്റ് വർദ്ധിച്ചു. BJPക്ക് എവിടെയും ജയിക്കാനായില്ല. LDF 15, UDF 12, SDP 1, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വയനാട് ഒഴികെ 13 ജില്ലകളിലെ 30 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. റഷ്യയ്ക്ക് ഒരു US വോട്ട്. വാർത്ത മലയാള മനോരമയിൽ. യുക്രൈൻ യുദ്ധത്തിൽ USന്റെ കളം മാറ്റം വെട്ടിലാക്കിയത് സഖ്യകക്ഷികളെ. UN ചാർട്ടറിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഇന്ത്യയെങ്കിൽ തങ്ങളോടൊപ്പം റഷ്യയെ അപലപിച്ച് വോട്ട് ചെയ്യാൻ 3 വർഷം മുൻപ് ആവശ്യപ്പെട്ട US മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ അപലപിക്കുന്ന പ്രമേയത്തിനെതിരെ US ഇതാദ്യമായി വോട്ട് ചെയ്തു. അതും റഷ്യയോടൊപ്പം. US മാത്രമല്ല, അവരുടെ അടുത്ത സുഹൃത്തായ ഇസ്രായേലും യുക്രൈൻ നൽകിയ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു. 93 രാജ്യങ്ങൾ അനുകൂലിക്കുകയും 18 രാജ്യങ്ങൾ എതിർക്കുകയും 65 രാജ്യങ്ങൾ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസായി. തുടർന്ന് റഷ്യയെ അപലപിക്കാതെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷാസമിതിയിൽ US നൽകിയ പ്രമേയത്തിന് 10 വോട്ട് ലഭിച്ചു. മറ്റ് അംഗങ്ങൾ വിട്ടുനിന്നു. യൂറോപ്പിൽ USന്റെ അടുത്ത സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസിനും അവർ നൽകിയ ഭേദഗതി അംഗീകരിക്കാത്തതുമൂലം വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. യുക്രൈൻ യുദ്ധത്തിൽ USന്റെ കളം മാറ്റി ചവിട്ടൽ യൂറോപ്പിലെ സഖ്യകക്ഷികളെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഇന്നലെ വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചകളിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുടെ ഊഴമാണ്. നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ട്രംപിന്റെ ആവശ്യവും അവരെ വിഷമിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ധാർമ്മിക വിജയമാണ്. യുക്രൈൻ റഷ്യ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ വാദത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. 3 വർഷം മുൻപ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലെ US പ്രതിനിധി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡാണ് ഇരു ചേരികളിലും ചേരാത്ത ഇന്ത്യയുൾപ്പെടെ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.